ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ്. ഞാൻ സെൻസെക്സിലാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, സെൻസെക്സ് പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ ആദ്യം എൻ്റെ ഓർഡർ ഞാൻ ഇവിടെ എടുക്കാം. അറ്റമണിയാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. 400 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ സെൻസെക്സ് ഒക്കെ ഹൈ വൊളാറ്റിലാണ്, ഹൈ റിസ്ക് ആണ്. എപ്പോഴും റിസ്ക് മാനേജ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ എത്രയാണ് മാക്സിമം ലോസ് വരിക ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം ഓരോ ക്വാണ്ടിറ്റിയും നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ട്രേഡുകൾ എടുക്കാറുണ്ട്. മോസ്റ്റ്ലി ഇപ്പോൾ യൂട്യൂബിൽ വളരെ കുറവാണ് അപ്ലോഡ് ചെയ്യുന്നത്, കാരണം കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലാണ്, യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനല്ല. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സെൻസെക്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമല്ല, ഡേ ബിഫോർ യെസ്റ്റർഡേ നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് സെല്ലിംഗ്, ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ഡൗൺ ട്രെൻഡ് ആയിരുന്നില്ല, ഒരു മോഡറേറ്റ്ലി ഒരു സൈഡ് വേസ്റ്റ് ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുൻപത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ട്രെൻഡ് ആയിരുന്നു. ഡേ ബിഫോർ യെസ്റ്റർഡേ നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ട്രേഡ് ഞാൻ ഏകദേശം ഇവിടെ നിന്നാണ് ഒരു ട്രേഡ് എടുത്തിരുന്നത്, ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തിരുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ച് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാം, അതിന്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പ് ലെവലിലാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നോർമലി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് താഴോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതലും ഉള്ളത്. കാരണം ഓവറോൾ നെഗറ്റീവ് ട്രെൻഡ് ആണ് ഉള്ളത്. മാർക്കറ്റിൽ ആരാണ് സ്ട്രോങ്? സെല്ലേഴ്സ് വളരെ സ്ട്രോങ്. കാരണം ഓരോ ഹൈ വരുന്ന സമയത്തും സെല്ലേഴ്സ് അഗ്രസീവ്ലി സെല്ല് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെയൊക്കെ ബയേഴ്സ് ഉണ്ട്, പക്ഷെ ബയേഴ്സ് ആക്ച്വലി വീക്കാണ്. ബയേഴ്സിന്റെ ആ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബയേഴ്സ് വീക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലല്ല, ഈ ഒരു റേഞ്ചിന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്ന് മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ. കാരണം ട്രേഡേഴ്സ് ഈ ഒരു ലെവലിൽ ഒരു എക്സ്പെൻസീവ് പ്രൈസ് ആയിട്ടായിരിക്കും മാർക്കറ്റിനെ കാണുന്നത്. കാരണം ഓവറോൾ ഡൗൺ ട്രെൻഡ് റേഞ്ചിന്റെ ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നോർമലി പ്രൈസ് വില കൂടുതലായിരിക്കും. വില കൂടുന്ന സമയത്ത് നോർമലി സെല്ലേഴ്സ് ആണ് മാർക്കറ്റിൽ അഗ്രസീവ് വരിക. എക്സാക്ട്ലി ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാനൊരു ട്രേഡ് എടുത്തിരുന്നത്. കുറച്ച് റിസ്കി ട്രേഡാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. അല്ലെ, സ്റ്റോപ്പ് ലോസ് ഇനി അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അതിന്റെ ലോസ് ബുക്ക് ചെയ്യും. ടാർഗറ്റ് ഡിപ്പെൻസ് ഉണ്ട്, ഒരു 100 പോയിന്റ് പ്ലസ് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്, ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്. അപ്പം ഹൈലി വോളാറ്റൈലാണ്. അപ്പം ഈ മൂവ്മെന്റുകളൊക്കെ എസ്പെഷ്യലി ബിഗിനിങ് ലെവലിലുള്ള ആൾക്കാരൊക്കെ ഈ വരുന്ന ഫ്ലക്ച്വേഷൻസ് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെൻസെക്സ് ഒഴിവാക്കിയിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അതുകൂടാതെ ഇക്വിറ്റി ട്രേഡിങ്ങിനെ പറ്റി ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ വലിയ കമന്റോ കാര്യങ്ങളൊന്നും ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഇക്വിറ്റി ട്രേഡിങ്ങിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാനൊരു സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്, നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റിൽ ഒരു ഫാൾ നടന്നിട്ടുണ്ട്. 75,000 ലെവലിൽ സെൻസെക്സ് ബ്രേക്ക് ഡൗൺ നടത്തി, ഡേ ലോയും ബ്രേക്ക് ഡൗൺ നടത്താൻ നോക്കുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ഫാൾ വരുവാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ റണ്ണിങ്ങിലാണ്. ഓൾമോസ്റ്റ് ഞാൻ എന്താണോ പ്ലാൻ ചെയ്തത് ട്രേഡ് എടുക്കുന്നതിന് മുൻപ് അത് ഓൾറെഡി ആ ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു വിന്നിംഗ് ട്രേഡാണ്. മാക്സിമം ഒരു എത്രത്തോളം ഒരു പ്രീമിയം സ്പൈക്ക് ചെയ്ത് നോക്കാം, അതിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് എത്ര ഈ ഒരു ട്രേഡ് എത്ര ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും എന്നത് ആദ്യമേ നമ്മൾ മൈൻഡിനോട് പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡിൽ ഒരു 50 to 60 പോയിന്റ് ആണ് എൻ്റെ ഒരു മാക്സിമം സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോസ് വരുന്ന സമയം ഞാൻ എക്സിറ്റ് ചെയ്തിരുന്നത്. റൈറ്റ്, അപ്പോൾ അത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം. കുറച്ച് ടാർഗറ്റും നമ്മൾ എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവം, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ ഗ്രീഡി മൈൻഡ് നമ്മുടെ മനസ്സിലോട്ട് വരും, നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യും. കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലൈവ് മാർക്കറ്റിൽ എസ്പെഷ്യലി ഇമോഷൻസ് ഹർട്ട് ചെയ്യും. നമുക്ക് അവിടെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പോൾ നമ്മുടെ കൈ അറിയാതെ തന്നെ നമ്മൾ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം പ്ലാൻഡ് ആയിരിക്കും. എവിടെ എക്സിറ്റ് ചെയ്യണം, എത്രത്തോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, എവിടെ പ്രോഫിറ്റ് റൈഡ് ചെയ്യണം, ഇതൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കട്ടെ. ആ ഒരു പ്ലാൻ ആയിരിക്കണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ദിവസങ്ങളും ട്രേഡുകൾ എടുക്കാറുണ്ട്, മാക്സിമം നല്ല ഓപ്പർച്യൂണിറ്റികൾ നോക്കിയിട്ട്. അപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തതാണ് കാരണം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രേഡിങ്ങിൽ തന്നെയാണ്. അപ്പം പല ആൾക്കാർക്കും ഡൗട്ട് വരും, പ്രോഫിറ്റ് വരുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയല്ല,
അതായത് വീക്കിലി ഒരു വീഡിയോ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലൈവ് ട്രേഡിംഗ് വീഡിയോ, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഫുള്ളി ഫോക്കസ്ഡ് ട്രേഡിങ്ങിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയ പുൾ ബാക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ഓപ്ഷൻ ബൈയിൽ ചെറിയ പുൾ ബാക്കിൽ തന്നെ, എസ്പെഷ്യലി സെൻസെക്സ് പോലുള്ള ഇൻഡെക്സിൽ ചെറിയ പുൾ ബാക്ക് വരുന്ന സമയത്തിന് പ്രീമിയം വളരെ ഫാസ്റ്റ് ആയിട്ട് കുറയും. ഓക്കെ. അപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഡൗൺ സൈഡ് സ്ട്രൈക്ക് കൂടി വരുവാണെങ്കിൽ നോക്കാം. അപ്പോൾ അതുപോലെ വിന്നിംഗ് ട്രേഡ് എപ്പോഴും ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെറിയ പോയിന്റ്, അതായത് 10 പോയിന്റ് 20 പോയിന്റ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് സ്കാൽപ്പിംഗ് എന്ന രീതിയിലുള്ള ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക. കാരണം സ്കാൽപ്പിംഗ് പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യും, 30 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്യും, 10 പോയിന്റ് ക്യാപ്ചർ ചെയ്യും. പക്ഷെ ഒരു വലിയൊരു ലോസ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് 80-100 പോയിന്റ് ആയി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക് കറക്റ്റായിട്ട് വരില്ല. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ ഒരു സിംഗിൾ ലോസിൽ കൊണ്ട് കളയും. അപ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ട്രേഡ് ചെയ്ത് വലിയ മൂവ്മെന്റുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വലിയ മൂവ്മെന്റ് മീൻസ് 100 പ്രീമിയം 800 വരെ ക്യാപ്ചർ ചെയ്യണമെന്നല്ല, അതിലും ഒരു മീഡിയം ലെവൽ ആയിരിക്കും. അതായത് എല്ലാ ദിവസങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തന്നെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. ഇനി ഇക്വിറ്റി ട്രേഡിങ്ങിൽ ഞാൻ ലൈവ് ട്രേഡിംഗ് വീഡിയോ ഇപ്പം ഞാൻ ലാസ്റ്റ് വീക്കിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്, അതിലൊരു കംപ്ലീറ്റ് വിത്ത് സ്ക്രീനർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും ഒരു സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് നാളെ അല്ലെങ്കിൽ സാറ്റർഡേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗസ്, അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മേ ബി ഒരു ജസ്റ്റ് പുൾ ബാക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ കുറയാം. ആൻഡ് ഇവിടെ ഓവറോൾ നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഇവിടെ റണ്ണിങ്ങിലാണ്. ഞാൻ എന്താണോ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ തന്നിട്ടുണ്ട്. അപ്പം വലിയ ഗ്രീഡി മൈൻഡ് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഒരു 56,000 110-120 പോയിന്റ് അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു ട്രേഡ് ആയിരുന്നു. ട്രേഡ് എടുത്തു, ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്തു, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, എസ്പെഷ്യലി സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോ ഉടനെ വരുന്നതാണ്.